ഓം പരാശരേശ്വരായ നമഃ. എല്ലാവർക്കും വണക്കം. ഒരു ജാതകത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഫലം പറയാനായിട്ട് ഗ്രഹങ്ങളെയും നക്ഷത്രങ്ങളെയും രാശികളെയും നമ്മൾ ഉപയോഗിക്കുന്നു. രാശികളിൽ തന്നെ ചില പ്രത്യേക കാൽക്കുലേഷൻസ് ചെയ്ത് ഭാവങ്ങളായി ഗണിച്ച് ഓരോ ഭാവങ്ങൾക്കും വരുന്ന ഫലവും നമ്മൾ പറയുന്നു. അപ്പോൾ ഗ്രഹങ്ങള് ഏറ്റവും പ്രധാനം, നക്ഷത്രങ്ങള് അതേപോലെ തന്നെ പ്രധാനം, രാശികള് പ്രധാനം, ഭാവങ്ങൾ പ്രധാനം. ഈ പ്രാധാന്യത്തെ വെച്ചുകൊണ്ടാണ് ഫലം മിക്കവാറും പറയുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ഗ്രഹത്തെ വെച്ച് എന്തൊക്കെ ഫലം പറയാമെന്ന് നോക്കാം. ഇതെങ്ങനെയാണെന്നും നമുക്ക് ഈ വീഡിയോയിൽ കാണാം. അപ്പോൾ അതിന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഗ്രഹകാരകത്വം. കാരകത്വം എന്ന് പറഞ്ഞാല് കാരണമായി തീരുക എന്നർത്ഥം. കാര്യം കാരണം എന്ന് പറയണ മാതിരി ഞാനിതിനെ സാധാരണ ക്ലാസ്സുകളിൽ പറയുന്നത് എനർജി എന്ന് പറയും. പവർ, എനർജി എന്നൊക്കെ ഞാൻ പറയാറുണ്ട്. അപ്പോൾ ഓരോ ഗ്രഹത്തിനും കാരകത്വം ഉണ്ട്. നേരെ വേണമെങ്കിൽ തിരിച്ചു പറഞ്ഞാല് ഭൂമിയിൽ കാണുന്ന എല്ലാ വസ്തുക്കൾക്കും, ഓരോ ചെടി കൊടികൾക്കും, ഓരോ മനുഷ്യർക്കും, ഓരോ കല്ല് കട്ട മുതലായ സാധനങ്ങൾക്കും, നമ്മൾ ഉപയോഗിക്കുന്ന ഭൂമിയിലുള്ള ഈ ബോർഡും ഈ ഡസ്റ്ററും ഈ പെന്നും മുതലായ എല്ലാ വസ്തുക്കൾക്കും എനർജി ഉണ്ട്. ആ എനർജിയെ കാറ്റഗറൈസ് ചെയ്തു വരുമ്പോൾ അവ ഏതെങ്കിലും ഗ്രഹത്തിന്റെ എനർജിയോ, 2, 3, 4, 5, 6, 7, 8, 9 ഗ്രഹത്തിന്റെ മിക്സ്ഡ് ആയിട്ടുള്ള എനർജിയോ ഉണ്ടാവാം. എങ്കിലും ഏതെങ്കിലും ഒരു ഗ്രഹത്തിന്റെ എനർജി കൂടുതലായിട്ട് കാണും. അതായത് എനർജിയുടെ ആധിക്യം, ഗുണാധിക്യം എന്ന് പറയും. അപ്പൊ ഈ ഭൂമിയിൽ കാണുന്ന എല്ലാത്തിനും ഗുണാധിക്യം ഉണ്ടാകും. ആ ഗുണാധിക്യം നമ്മൾ ഗ്രഹങ്ങളെ വെച്ച് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. ഉദാഹരണം, പേന എന്ന് പറയുമ്പോൾ എഴുതാനുള്ളതായതുകൊണ്ട് എഴുതുക എന്നുള്ള കർമ്മവുമായി ബന്ധപ്പെട്ട് ബുധന്റെ ഗുണാതിശയമാണ് ഇതിനുള്ളത്. അപ്പോൾ ഈ പേനയുടെ കാരകത്വം ബുധനാണ്. അങ്ങനെ ഓരോ ഇതിനും ഇപ്പൊ ഞാൻ വസ്ത്രം ഇട്ടിട്ടുണ്ട്. വസ്ത്രത്തിന് തന്നെ നല്ല വസ്ത്രമാണെങ്കിൽ വസ്ത്രം എന്നുള്ള രീതിയിൽ ശുക്രന്റെ കാരകത്വമോ, ഇനി ആ വസ്ത്രത്തിന് ഉപയോഗിച്ചിട്ടുള്ളത് പരുത്തിയാണെങ്കിൽ അതിന് സൂര്യന്റെ കാരകത്വമോ, ഈ മഞ്ഞ കളർ, ചന്ദന കളർ പോലുള്ള കളർ ആയതുകൊണ്ട് അതിന് വ്യാഴത്തിന്റെ കാരകത്വമോ, ഇങ്ങനെ മാറി മാറി പറയേണ്ട വരും. അപ്പോൾ വസ്ത്രം എന്നുള്ളത് പ്രാധാന്യമായതുകൊണ്ട് ശുക്രനെയും, ആ ശുക്രനെ നോക്കുന്ന ഗ്രഹം വ്യാഴമാണെങ്കിൽ മഞ്ഞ വസ്ത്രമെന്നും, സൂര്യൻ അതിനടുത്ത് ഇരിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സൂര്യന്റെ ദൃഷ്ടി ഉണ്ടെങ്കിൽ പരുത്തി എന്നും ഒക്കെ പറയാൻ പറ്റും. അതാണ് കോമ്പിനേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഓരോ ഗ്രഹത്തിനും ഉള്ള കാരകത്വം, ബേസിക് ആയിട്ടുള്ള കാരകത്വം നമ്മൾ മനസ്സിലാക്കിയാല് ഓരോ ഗ്രഹത്തിനെയും മയ്യക്കോളായിട്ട്, മയ്യഗ്രഹം കേന്ദ്രഗ്രഹമാക്കി വെച്ചുകൊണ്ട് നമുക്ക് ഫലം പറയാനായിട്ട് സാധിക്കും. അപ്പൊ ഓരോ ഗ്രഹത്തെയും കേന്ദ്രഗ്രഹമാക്കി വെച്ചുകൊണ്ട് നമുക്ക് ഫലം പറയണമെങ്കിൽ, ഒരു ഗ്രഹത്തിന്റെ നാഡിയെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ അതിന്റെ ബേസിക് കാരകത്വം മനസ്സിലാക്കണം. അപ്പോൾ കാരകത്വം എന്ന് പറഞ്ഞാൽ ഓരോ ഗ്രഹം ആരെയാണ് കുറിക്കുന്നത്. അപ്പൊ നമ്മളുടെ ലൈഫില് നമ്മള് കാരകത്വം എന്ന് പറയുന്ന സബ്ജക്റ്റ് വളരെയധികം കണക്ട് ആയിട്ടുണ്ട്. ജ്യോതിഷന്മാരെ ഒത്തിരി പേരുണ്ടാവും. ജ്യോതിഷത്തിൽ ഒരാൾ ഫലം പറയുന്നത് തീർത്തും തുല്യമായി വരണമെങ്കിൽ അവന് എല്ലാ വസ്തുക്കളുടെയും കാരകത്വം അറിയണം. എല്ലാം ഒന്നും അറിയാൻ പറ്റിയില്ലെങ്കിലും കൂടുതൽ കാരകത്വം അറിയുന്നവർക്ക് ഫലം വളരെ ക്രിയേറ്റീവായിട്ട് പറയുവാനും നമ്മുടെ ലൈഫിൽ സ്വന്തം കാര്യത്തിൽ ഇത് യൂസ് ചെയ്ത് സക്സസ് അടയാനും സാധിക്കും. അപ്പോൾ ബേസിക് ആയിട്ടുള്ള കാരകത്വം ഞാനൊക്കെ 1996, 97 പഠിച്ച
കാരകത്വം വേണമെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ആദ്യം പഠിച്ചത് ഇതായതുകൊണ്ട് ഞാൻ ഇത് പറയാം. ഇതിനെ ബേസ് ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്ത് നിങ്ങൾക്ക് എടുക്കാം. സൂര്യന്റെ കാരകത്വം, അതായത് എല്ലാ ഗ്രഹവും ഉണ്ടല്ലോ, സൂര്യൻ, ചന്ദ്രൻ, ഇങ്ങനെ ചൊവ്വ, കുജൻ, ബുധൻ, ഗുരു, ശുക്രൻ, ശനി, രാഹു, കേതു. അപ്പോ ട്രഡീഷണലി ഈ ഗ്രഹങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് കാരകത്വം പറഞ്ഞിരിക്കുന്നത്. ഇതിനൊക്കെ കാരകത്വം ഉണ്ട്, ഇതൊക്കെ ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇടയൊക്കെ പറഞ്ഞു പോകും. അപ്പോൾ ഇതിന് കൊടുത്തിരിക്കുന്ന പ്രമാണം എങ്ങനെയാണ്? താതാശാത്മപ്രഭാവോ ദ്യുമണി മനോമാതരവും ശീതരശ്മിർ ഭ്രാത സത്വഞ്ച ഭൗമ ക്ഷിതിരപി വചനം ജ്ഞാനമിന്ദോ സ്തനൂച ധീജിൽ പുത്രാംഗ സൗഖ്യം സുരഗുരുർ അബല ഭോഗയാനാനി ശുക്ര മൃത്യുവാദിശ്ച ദുഃഖം ശനിരിഹ ഗതിതോ ദാസ്യ പ്രത്യാദി കോപി. ഇങ്ങനെയാണ് പ്രമാണം. വേണമെങ്കിൽ ഞാൻ എഴുതി തരാം. ആത്മ പ്രഭാവോ ദ്യുമണി മനോ മാതരോ ശീതരശ്മി ഭ്രാത സത്വം ച ഭൗമ ക്ഷിതിരപി ജ്ഞാനമിന്ദോ സ്തനുജ ധീജിൽ പുത്രാംഗ സൗഖ്യം സുരഗുരു അബല ഭോഗയാനാനി ശുക്ര മൃത്യുവാദിച്ച ദുഃഖം ശനിരിഹ ഗതിതോ ദാസ്യ കൃത്യാദി കോപി. ഗ്രഹസ്യ പ്രാഥമിക കാരകത്വം ഇതി വ. പ്രാഥമികമായ ഗ്രഹത്തിന്റെ കാരകത്വമാണ് ഞാനിവിടെ പറഞ്ഞത്. താതാശാത്മപ്രഭാവ ദ്യുമണി. ദ്യുമണി, ദ്യു എന്നാൽ ദിവ, പകല്, പകലിലെ മണിയായിരിക്കുന്ന സൂര്യൻ. സൂര്യന്റെ കാരകത്വമാണ് അച്ഛൻ, ആത്മാവ്, ആത്മപ്രഭാവം, ആത്മാവ്, നമ്മുടെ ആത്മാവ്, ആത്മപ്രഭാവം ഒക്കെ കാണിക്കുന്നത് സൂര്യനാണ്. അച്ഛൻ സൂര്യനാണ്. ഇതെങ്ങനെ ഉപയോഗിക്കാന്ന് പറഞ്ഞിട്ട് പറയാം കേട്ടോ. മനോമാതരോ ശീതരശ്മിർ, മനസ്സ്, മാതരം എന്ന് പറഞ്ഞ അമ്മ, ശീതരശ്മിർ തണുത്ത രശ്മി ഉള്ളവൻ, അതായത് ചന്ദ്രൻ. ഭ്രാത എന്ന് പറഞ്ഞ സഹോദരൻ. സ്വത്വം എന്ന് പറഞ്ഞാൽ ധൈര്യം, വീര്യം മുതലായ കാര്യങ്ങൾ ഉൾപ്പെടുന്ന ഒരാളുടെ മെച്യൂരിറ്റി, ഒരാളുടെ മനസ്സിന്റെ അവസ്ഥയൊക്കെ അതിനെ കാണിക്കും, വീര്യത്തെയൊക്കെ കാണിക്കും. സ്വത്വം. സ്വത്വം എന്നുള്ള വാക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കുറെ പറഞ്ഞു പോകാം. ഭൗമ ക്ഷിതിരപി, ക്ഷിതി എന്ന് പറഞ്ഞാൽ ഭൂമി. ഭൗമ എന്ന് പറഞ്ഞാല് ഇത് രണ്ടും തിരിച്ചും മറിച്ചും പറയാം. ഭൗമ എന്ന് പറഞ്ഞാൽ ഭൂമി, പുത്രൻ, ശുഭ. ഭ്രാത സത്വം, ഭ്രാതാവും സത്വവും ച ഭൗമ, ഭൂമിയിൽ നിന്ന് കൂടി കൂട്ടിയാലും ക്ഷിതിരപി. ക്ഷിതിർ എന്നുള്ള വാക്കും ചൊവ്വയെ കുറിക്കാം. അപ്പൊ ക്ഷിതി എന്നുള്ള ഭൂമിയെ കുറിച്ച് കഴിഞ്ഞാൽ ഭൗമ എന്നുള്ള വേർഡ് വെച്ചിട്ട് ചൊവ്വയെ പറയാം. സഹോദരൻ, സ്വത്വം, ഭൂമി. ജ്ഞാന മിന്ദോസ്തനൂജ. അപ്പൊ ജ്ഞാനമാണ് ഇന്ദുസ്തനുജനെ പറയുന്നത്. ഇന്ദുസ്തനുജൻ, ഇന്ദു എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ, ചന്ദ്രന്റെ പുത്രനാണ് ബുധൻ. ബീജിൽ പുത്രാംഗ സൗഖ്യം സുരഗുരു. ധീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധി, പുത്രൻ, സുഖം, അംഗ, പുത്രാംഗ, പുത്രന്മാർ അല്ലെങ്കിൽ പുത്രം, അംഗം എന്ന് പറഞ്ഞാൽ ശരീരവും എടുക്കാം, സൗഖ്യം എന്ന് പറഞ്ഞാൽ സുഖം.
സുരഗുരു ദേവഗുരുവിന്, അബല എന്ന് പറഞ്ഞ സ്ത്രീ, ഭോഗയാനാനി ശുക്ര ഭോഗം, യാനം എന്ന് പറഞ്ഞ യാത്ര, അതായത് യാത്ര ചെയ്യാനുള്ളത് വാഹനം. അപ്പോ സ്ത്രീ, ഭോഗം, വാഹനം, ഇവൊക്കെ ശുക്ര. ഇനി കൂട്ടി പറഞ്ഞാലും തെറ്റില്ല, സ്ത്രീ ഭോഗം എന്ന് പറഞ്ഞാലും തെറ്റില്ല, സ്ത്രീക്കാണെങ്കിൽ പുരുഷ ഭോഗം എന്ന് പറഞ്ഞാലും തെറ്റില്ല. പക്ഷെ ഇവിടെ സ്ത്രീയെയും ശുക്രനായിട്ട് എടുക്കാം. അപ്പൊ ഇവിടെ ഈ ഓരോ ഗ്രഹത്തിനും ഉയിർകാരകത്വം ഉണ്ട്. അച്ഛൻ സൂര്യനാണെങ്കിൽ സൂര്യൻ അച്ഛൻ മാത്രമല്ല, അച്ഛൻ, മൂത്ത പുത്രൻ, അമ്മായിയപ്പൻ, ഇങ്ങനെയൊക്കെ വരും പരാശര മെത്തേഡില്. അതിനെ ഉയിർ കാരകത്വം എന്ന് പറയും. അതായത് നമ്മളുടെ അച്ഛന്, അച്ഛൻ്റെ അച്ഛന്, അപ്പൂപ്പൻ, അമ്മൂമ്മ, അമ്മച്ചി, അമ്മായി, അമ്മാവൻ, ചിറ്റ, ഇളയച്ചൻ, മക്കള്, മക്കളുടെ മക്കള്, പിന്നെ ഇളയമ്മ, ഇങ്ങനെയൊക്കെ പറയുന്ന എല്ലാം സഹോദരന്മാര്, മൂത്ത സഹോദരൻ, തൊട്ടടുത്ത സഹോദരൻ, ഇളയ സഹോദരൻ, ഏറ്റവും ഇളയ സഹോദരൻ, ഇതിനെല്ലാത്തിനും ഓരോരോ ഗ്രഹങ്ങൾ കാരകന്മാരായിട്ട് വരും. പരാശര മെത്തേഡിൽ നമ്മൾ അങ്ങനെ എടുക്കും. ഇതൊന്നും പ്രമാണം വെച്ചല്ല, തമിഴ് പാടലുണ്ട് അതിന്. പക്ഷെ പാടൽ വെച്ചിട്ടും അല്ല നമുക്കറിയണ്ട. ഇപ്പൊ പെട്ടെന്ന് നമ്മളിപ്പോ അറിയണമെങ്കിൽ ഇപ്പൊ ചിറ്റപ്പൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ശനിയെ നമ്മൾ മനസ്സിലാക്കണം. ഏറ്റവും ഇളയ അനിയനെ എന്ന് പറയുമ്പോൾ നമ്മൾ ബുധനെ മനസ്സിലാക്കണം. അങ്ങനെ അത് നമ്മൾ പെട്ടെന്ന് ഓർക്കണം, നമ്മളുടെ മൈൻഡിൽ എപ്പോഴും വേണം പരാശര മെത്തേഡിൽ. ഇത് വരാഹമിഹ മെത്തേഡിലുള്ള ഒരു ശ്ലോകമാണ് ഇത്. പബല ഭോഗയാനാനി ശുക്ര. മൃത്യുവ്യാധി ദുഃഖം. മൃത്യു എന്ന് പറഞ്ഞാൽ മരണം, വ്യാധി എന്ന് പറഞ്ഞാൽ അസുഖം, ദുഃഖം, ശനിരിഹ ഗതിതോ, ശനിക്കാണ് ഇത് വരുന്നത്. ദാസ്യൻ, ബാക്കി ദാസ്യം, ഭൃത്യൻ, കോപവും ഇത് വരുന്നുണ്ട്, കോപം ചൊവ്വയ്ക്കും വരുന്നുണ്ട്. ദാസ്യ ഭൃത്യാദി കോപി എന്ന് പറഞ്ഞാൽ ഏകോപി എന്നും പറയാം, ആദ്യം മുതൽ അവസാനം വരെയുള്ളതെന്നും പറയാം. അപ്പോ ഇങ്ങനെയാണ് കാരകത്വം പറഞ്ഞു പോയിട്ടുള്ളത്. അപ്പൊ ഇത്രയുമുള്ള മിഹിര മെത്തേഡിൽ ഫസ്റ്റ് ബേസിക് പറഞ്ഞു പോയിട്ടുള്ളത്. ഈ കാരകത്വമൊക്കെ നമ്മൾ സ്റ്റേജിലൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ താദാശാത്മപ്രഭാവോ ദ്വിമണി മനോമാതരവും ശീതരശ്മി കേൾക്കുന്നവരങ്ങനെ പേടിക്കും. വലിയ സംഭവമൊന്നുമില്ല, ഇത്രേ ഉള്ളൂ. അപ്പൊ സംസ്കൃതം അറിയാത്ത ആൾക്കാർ ഇത് എന്ത് സംഭവമാണെന്ന് വിചാരിക്കും. ഈ സംസ്കൃതത്തിന് അങ്ങനെ പ്രത്യേകതയുണ്ട്. നമ്മളിപ്പോ if I am talking English, if you cannot understand its meaning, what will be the reason for that understanding? ചുമ്മാ തട്ടിയതാണ് കേട്ടോ. അതായത് if I am speaking in English, if you can't understand, if I am telling anything, you will be forced to believe all that. മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാനാരും കുഴപ്പമില്ല. ഇപ്പൊ ഞാൻ എന്തെങ്കിലും വേറെ ഭാഷയില് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഞാൻ പറയണ ശരിയാണെന്ന് നിങ്ങൾ വിചാരിക്കും അല്ലേ? என்னென்னமோ ഞാൻ என்னென்ன லாங்குவேஜில் சொல்லிட்டாலும் உங்களுக்கு അതിന് അർത്ഥം புரியலனாല് ഞാൻ என்னென்னமோ சொல்றது அதெல்லாம் உங்களுக்கு நிஜமாய் തന്നെ ഗണിക്കരുത്. ശരിയല്ലവാ? അപ്പൊ അന്തമാതിരി താനത്ത്. അപ്പൊ സംസ്കൃതം അങ്ങനെ കിടക്കുകയാണ്. എന്തായാലും ഇതൊക്കെ ഒരു സമയത്ത് നമ്മൾ പഠിക്കേണ്ടതായിട്ട് വന്നു, ചെറുപ്പത്തിലെ പഠിച്ചുകൊണ്ട്. ഇതില് രാഹുവിനോ കേതുവിനോ കാരകത്വം ഇതിലിങ്ങനെ പറഞ്ഞിട്ടില്ല. എങ്കിലും രാഹുവിന് ഒത്തിരി കാരകത്വങ്ങളും കേതുവിന് ഒത്തിരി കാരകത്വങ്ങളും ഉണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഈ സർപ്പത്തിന്റെ കാരകത്വം ഏതാ? ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ജ്ഞാനത്തിന്റെ കാരകത്വം കേതു ആയിട്ടും പറയും. ആരെങ്കിലും ഏമാറ്റം, പറ്റിക്കലിലേക്ക് കാരകത്വം രാഹുവായിട്ട് പറയും. അടങ്ങിയാൽ അടങ്ങാത്ത ആഗ്രഹങ്ങളൊക്കെ, ബ്രഹ്മാണ്ഡമായിട്ടുള്ള കാര്യങ്ങളൊക്കെ രാഹു പറയും. അങ്ങനെയുള്ള കാരകത്വമൊക്കെ നിങ്ങൾക്ക് പതുക്കെ പഠിക്കാം കേട്ടോ, വിശദമായിട്ട്. അപ്പൊ ഇതെന്തിന്? ഇത് മനസ്സിലായി. അച്ഛൻ ആത്മപ്രഭാവം, മനസ്സ് അമ്മ, സഹോദരൻ സ്വത്വം ഭൂമി, ജ്ഞാനം. ഇത് എങ്ങനെ ഉപയോഗിക്കണേന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ഒരു ജാതകത്തില് നമ്മള് അങ്ങനൊന്നും ഇപ്പൊ പറഞ്ഞോട്ട് നിങ്ങൾ ഫലം നോക്കിയിട്ട് കാര്യമില്ല കേട്ടോ, ഞാൻ പറഞ്ഞെന്നുള്ളൂ. ബേസിക്കിലൊക്കെ ഇത് ഇങ്ങനെയൊന്നും അല്ല ഞാൻ നോക്കണം എങ്കിലും ഞാൻ പറഞ്ഞെന്നുള്ളൂ. ഇപ്പൊ മേഷലഗ്നം, ഇവിടെ ചന്ദ്രൻ നിൽക്കുകയാണ്. അപ്പോ 8, 12, 6 ഷഷ്ടാഷ്ടമരിഭേ അതികഷ്ടാൽ. ഷഷ്ടം 6, അഷ്ടമം 8, റിഫം 12. ഇത് എണ്ണിയ കഴിഞ്ഞാലും കണ്ടോ, 1, 2, 3, 4, 5, 6, 7, 8.
9, 10, 11, 12. ഷഷ്ടാഷ്ടമരിഭം അതികഷ്ടാൽ എന്ന് പറഞ്ഞാൽ 6, 8, 12 അതികഷ്ടമാണെന്ന് അർത്ഥം. അപ്പൊ ഈ ചന്ദ്രനെ നമ്മൾ അമ്മയായിട്ട് കണ്ടാൽ നമ്മളുടെ ജാതകത്തില് ചന്ദ്രൻ 8-ലോ ചന്ദ്രൻ 6-ലോ ചന്ദ്രൻ 12-ലോ പോയി നിന്ന് കഴിഞ്ഞാല് അമ്മയ്ക്ക് ക്ലേശം എന്ന് പറയും. ഞാനിങ്ങനെ പറയൂല കേട്ടോ, സാധാരണ ജ്യോതിഷന്മാർ പറയണതാണ്. 6, 8, 12 ഭാവത്തില് ഒരു ഗ്രഹം നിന്നാല് ആ ഗ്രഹത്തിന്റെ കാരകത്വത്തെ നശിപ്പിക്കുന്നു. ഇത് നിങ്ങൾക്ക് ഇങ്ങനെ എടുക്കാം. അപ്പൊ ഇവിടെ ചൊവ്വ നിന്നാലോ സഹോദരന് ക്ലേശം, സഹോദരനാണല്ല. ഇവിടെ സൂര്യൻ നിന്നാലോ സൂര്യൻ നിന്ന അച്ഛന് ദോഷം. ബുധൻ നിന്നാലോ വിദ്യാദോഷം. വ്യാഴം നിന്നാലോ വ്യാഴം നിന്ന് കഴിഞ്ഞാല് പുത്രന് ദോഷം. ശുക്രൻ നിന്ന സ്ത്രീ എന്ന് പറഞ്ഞല്ലോ, അതായത് ഭാര്യ. ശുക്രൻ നിന്നാലോ ഭാര്യയ്ക്ക് ദോഷം. ശനി നിന്നാലോ ആയുസിന് ദോഷം, അല്ലെങ്കിൽ ഭൃത്യന് ദോഷം എന്ന് പറയാം. പക്ഷെ ഇവിടെ എന്താ കുഴപ്പം എന്ന് പറഞ്ഞാൽ ഷഷ്ടാഷ്ടമരി അത് കഷ്ടാനി ഭാവാനി എന്ന് പറഞ്ഞാലും ഈ ഓരോ ഭാവത്തിനും ഓരോ കാരകത്വം ഉണ്ട്, ഭാവത്തിന് കാരകത്വം ഉണ്ട്. ഇവിടെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നോക്കിക്കോട്ടെ, ഇപ്പൊ ഇവിടെ ബുധൻ ഇവിടെ നിൽക്കുമ്പോ 6-ല് പോയി എന്ന് വിചാരിച്ചിട്ട് കഷ്ടം വരേണ്ട കാര്യമില്ല. കാരണം എന്താന്ന് പറഞ്ഞാല് യോ യോ ഭാവ സ്വാമിദിഷ്ടോ യൂതോവ തസ്യ തസ്യാഭിവൃദ്ധി എന്ന് പ്രമാണം പറയുന്നുണ്ട്. ഏതൊരു ഭാവമാണ് ഭാവാധിപൻ ഭാവത്തിൽ നിന്നാല് അതിന് അഭിവൃദ്ധി എന്ന് പറയും. അപ്പൊ ഇതും എടുക്കണം. അപ്പൊ നമ്മൾ കമ്പൈൻ ചെയ്തെടുക്കണം. 6-ലാണ് 6-ാം ഭാവത്തിന്റെ കാരകത്വം. തസ്കരാദി വിസ്നാദി വ്യാധിയശ്ച തനുക്ഷതി മരണം വ്യാധി ഷഷ്ടേണ ചിന്തിനീയ ഷഷ്ടത എന്ന് പറയുമ്പോൾ അപ്പൊ കള്ളന്മാര്, വിഘ്നങ്ങള്, ശത്രുക്കള്, വ്യാധികള് ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകും. നെഗറ്റീവാണ് ഇവിടെ പറഞ്ഞേക്കണത്. ഇതിന്റെ 6-ല് കുറെ പോസിറ്റീവ് കാരകത്വം ഉണ്ട്. ഇത് നെഗറ്റീവ് ഇവിടെ പറഞ്ഞു വെച്ചേക്കണം. മിഹിര സിസ്റ്റത്തില് പോസിറ്റീവ് കാരകത്വം ഉണ്ട്. നമ്മൾ പരാശര മെത്തേഡ് എടുക്കുമ്പോൾ പോസിറ്റീവ് കാരകത്വം ഒത്തിരി ഉണ്ട്. തൊഴില്, വേല, അതുപോലെ തന്നെ സെക്കൻഡ്, അതായത് നമ്മളൊരു കാര്യം വീണ്ടും വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക, ഒരു കാര്യം ചെയ്തിട്ട് സക്സസ് ആയിട്ട് വീണ്ടും ആ കാര്യം റിപ്പീറ്റ് ചെയ്യുക, ഇതൊക്കെ 6-ാം ഭാവമാണ്. ജയിക്കുക, ഒരു കാര്യത്തിൽ നമ്മൾ ജയിക്കുക, വാക്കില് തർക്കിച്ച് ജയിക്കുക, മത്സരത്തിൽ ജയിക്കുക, ഇതൊക്കെ 6-ാം ഭാവത്തിന്റെ കാര്യത്വം. ജയമൊക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പോ 6-ല് ബുധൻ നിന്ന് കഴിഞ്ഞാല് തൊഴിൽ, വേല 6-ആണ്. ആക്ഷിപെറ്റ്, അതായത് ബുധന്റെ സ്വന്തം ക്ഷേത്രമാണത്. നിങ്ങൾക്കറിയാലോ, ഇത് ചൊവ്വയുടെ ക്ഷേത്രം, ഇത് ശുക്രന്റെ ക്ഷേത്രം, ഇത് ബുധന്റെ ക്ഷേത്രം, ഇത് ചന്ദ്രന്റെയും സൂര്യന്റെയും, ഇത് ഗുരുവിന്റെയും ഇത് ശനിയുടെയും ക്ഷേത്രം. ഇതൊക്കെ കാണേണ്ട അറിയണോട്ടോ എപ്പോഴും. അല്ലാണ്ട് ഇങ്ങനെ രാജ വൃഷഭ അങ്ങനെ പറഞ്ഞിട്ട് പഠിച്ച് വെക്കേണ്ട ആവശ്യമില്ല, കാണാണ്ട് അറിയണം. അപ്പൊ ഇത് ബുധന്റെ ക്ഷേത്രത്തിൽ ബുധൻ നിൽക്കുമ്പോൾ ബുധന്റെ കാരകത്വമായിട്ടുള്ള ജ്ഞാനം, പിന്നെ തായ് മാമൻ, അതായത് അമ്മാവൻ, ഇതൊക്കെ ബുധനാണ്. ഏറ്റവും അനിയൻ എന്നൊക്കെ പറഞ്ഞില്ലേ, അവൻ ബലവാനാണെന്ന് അർത്ഥം. 6-ൽ ഇരിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. 6-ൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കിത് പോസിറ്റീവ് ആയിട്ടുള്ള സ്ഥാനത്തിരിക്കുന്നത് കൊണ്ട്, പോസിറ്റീവ് ആയിട്ടുള്ള വല്ല ഗ്രഹത്തിന്റെ ദൃഷ്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവനെ കൊണ്ട് നമുക്ക് ഗുണം ഉണ്ടാവും, നമുക്ക് നല്ല വിദ്യ ഉണ്ടാവും. ആ വിദ്യാജ്ഞാനവും നമുക്ക് തൊഴിലിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഈ ബുധന്റെ കാരകത്വം ഇത് മാത്രമല്ല, എല്ലാ കമ്മ്യൂണിക്കേഷനും ബുധനാണ്. എല്ലാ തരത്തിലുള്ള വിദ്യകളും, ഒരു ഇന്റർമീഡിയറ്റ് ലെവൽ എല്ലാ വിദ്യകളും ബുധനാണ്. നമ്മൾ എഴുതാനുള്ള കഴിവ്, മൊബൈലിൽ ടൈപ്പ് ചെയ്യാനുള്ള കഴിവ്, സോഫ്റ്റ്വെയറിന്റെ കാൽക്കുലേഷൻസ്, അക്കൗണ്ടൻസി, അക്കൗണ്ടിങ്, ഇതൊക്കെ ബുധനാണ്. ഈ ബുധൻ ഇവിടെ ഇരിക്കുന്നതുകൊണ്ട്, സ്വക്ഷേത്രത്തിൽ ഇരിക്കുന്നത് കൊണ്ട് ഈ തരത്തിൽപ്പെട്ട വിദ്യകളിൽ കൊണ്ട് ഇവന് ജോലി കിട്ടിയേക്കാം. അപ്പൊ അത് നെഗറ്റീവായി വരാൻ പറ്റൂല. പക്ഷെ ഇത് ബേസിക് ലെവലിൽ ചിലപ്പോൾ ആളുകൾ ഇങ്ങനെയൊക്കെ പറഞ്ഞേക്കാന്നാണ് ഞാൻ പറഞ്ഞത്. 6-ല് ബുധൻ പോയി, പ്രശ്നമായി. അപ്പൊ 8-ൽ ബുധൻ വന്നു കഴിഞ്ഞാൽ വേറൊരു സംഭവം ഉണ്ട്. ഇവിടെ അങ്ങനെ കമ്പൈൻ ചെയ്തിട്ടാ ബലം വന്നത്. ഒരു ഗ്രഹം ഏത് ക്ഷേത്രത്തിൽ കൂടെ അവന്റെ കാരകത്വത്തെ ഇവിടെ കൊടുക്കും എന്നുള്ളൊരു ബലമുണ്ട്. കാരകത്വത്തെ ഈ ക്ഷേത്രത്തിന് കൊടുക്കും, ഭാവത്തിന് കൊടുക്കും എന്നുള്ള ബലമുണ്ട്. അത് നിങ്ങൾക്ക് ഇപ്പൊ കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവില്ല. ഫസ്റ്റ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർത്തു വെച്ചോ. എന്താണ്?
ഈ പറഞ്ഞ താതാശാത്മ പ്രഭാവോ ദ്വിമണി മനോമാതൃ ശ്രീധരശ്വർ പ്രാത സത്വഞ്ചഭൗമ ശ്രീധരവി വചനം ജ്ഞാനബിന്ദു സ്ഥാനുജ എന്ന് പറയുന്ന പ്രമാണത്തിലുള്ള സൂര്യൻ എന്ന് പറയുന്ന അച്ഛൻ എന്ന് പറയുന്ന കാരകത്വം 6, 8, 12 എന്ന് പറയുന്ന ദുസ്ഥാനങ്ങളിൽ പോയി കഴിഞ്ഞാല് ആ കാരകത്വത്തിന് പ്രശ്നം വരും എന്നുള്ളൊരു ഹിന്റ് അവിടെ തരുന്നുണ്ടെന്ന് മനസ്സിലാക്കി വയ്ക്കുക. പക്ഷെ ആ സ്ഥാനം സ്വക്ഷേത്രമോ മൂലത്രികോണമോ ഉച്ചമോ, സ്വക്ഷേത്രം എന്ന് പറഞ്ഞാൽ അച്ചി, മൂലത്രികോണം, ബന്ധുക്ഷേത്രം വരെ പോയി കഴിഞ്ഞാലോ ദിഗ്ബലം ഉണ്ടായി കഴിഞ്ഞാലോ ഒക്കെ ആ കാരകത്വത്തെ നശിപ്പിക്കത്തില്ല എന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോ ഈ ഒരു ബലം, ഇങ്ങനെ ഒരു ബലം എടുക്കാൻ വേണ്ടി പ്രഥമ ദൃഷ്ടി ഇത് ഉപയോഗിക്കാം. ചിലപ്പോൾ പഴയ അതായത് ഓരോ ജ്യോത്സ്യന്മാർക്ക് ഓരോ ലെവലുണ്ട്. നമ്മൾ ബേസിക്കലി ചിന്തിക്കുന്ന ഒരു ലെവല് ഉണ്ട്. ബേസിക്കലി ചിന്തിക്കുമ്പോൾ 6, 8, 12 കണക്ട് ആയിട്ടുണ്ടോ, ഒരു ഗ്രഹം വന്നിട്ട് അപ്പൊ അവര് പറയുന്ന ഇത്ര ആയിരിക്കും, ഇത് നല്ലതാണ്, അച്ഛന് നല്ലതാണ്. എന്ത് നല്ലത്, എങ്ങനെയാണെന്നുള്ളത്, അച്ഛൻ എന്താകും, അച്ഛൻ എന്തൊക്കെ ചെയ്യും, അച്ഛൻ എത്ര വയസ്സിൽ എങ്ങനെയൊക്കെ പോവും എന്നുള്ള അത്രയും ഡീപ്പായിട്ട് പോകണമെങ്കിൽ നമ്മൾ അത്രയും കാരകത്വവും കാൽക്കുലേഷനും ഒക്കെ കൂടുതൽ അറിയണം. ഇതെല്ലാം നല്ലത് ചീത്ത, ഗുഡ് ഓർ ബാഡ് എന്ന് പറയാനായിട്ട് ഇത് സാധാരണ ഉപയോഗിക്കുന്നു. എങ്ങനെയാന്ന് പറഞ്ഞാൽ 6, 8, 12 പോയി കഴിഞ്ഞാലോ, ബലം ഇല്ലെങ്കിലോ, ശത്രുക്ഷേത്രത്തിൽ പോയാലോ, നീചരാശിയിൽ പോയാലോ കാരകത്വം നെഗറ്റീവായിട്ട് വരും. ശത്രുക്ഷേത്രം, നീചരാശി, പാപഗ്രഹങ്ങളോട് ചേർന്നിരിക്കുന്ന അവസ്ഥ, വക്രഗ്രഹങ്ങളായ രാഹു കേതുക്കളോടോ വക്രം പെറ്റുകിടക്കുന്ന ഗ്രഹങ്ങളോട് ചേർന്നെടുക്കുന്ന അവസ്ഥ, മൗഢ്യം അതായത് അസ്തംഗം എന്ന് പറയും, മൗഢ്യമാവുന്ന അവസ്ഥ, അസ്തമനാവുന്ന അവസ്ഥ, ഗ്രഹണമാവുന്ന അവസ്ഥ, ഇതൊക്കെ ഒരു ഗ്രഹത്തിന് വന്നാൽ അതിന്റെ കാരകത്വം നമുക്ക് ഗുണം പെടാതെ പോകും എന്നാണ് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഞാനിപ്പോ കുറച്ചും കൂടി കൂടുതൽ കാര്യം പറഞ്ഞു. 6, 8, 12 നീചരാശി, ശത്രുക്ഷേത്രം, വക്രം, അസ്തംഗം. പിന്നെ ഈ ദിഗ്ബലത്തില് ഒരു കാര്യം കൂടിയുണ്ട്, ദിഗ്ബലം ആയിട്ടിരിക്കുന്ന ഒരവസ്ഥയും ബലമില്ലാതിരിക്കുന്ന അവസ്ഥയുണ്ട്. അതൊക്കെ വന്നാലും ഉണ്ട്. ഇനി മുന്നേ ഞാൻ പറഞ്ഞ മുടക്ക് രാശിയിലിരുന്നാലും പ്രശ്നമുണ്ട്, അവയോഗി നക്ഷത്രത്തിൽ പോയിരുന്നാലേ കുഴപ്പമുണ്ട്. പിന്നെ വരുന്നത് പാപഗ്രഹങ്ങള് ജോയിൻ ചെയ്യുക, പാപഗ്രഹങ്ങള് നോക്കുക. പാപഗ്രഹവും 2 തരത്തിൽ വരും. ഇയർക്കെ പാപനായിട്ടുള്ള ചൊവ്വ, ശനി, രാഹുകേതുക്കളും മധ്യപാപനായിട്ടുള്ള സൂര്യനും ഒക്കെ നോക്കിയാല് അതിന്റെ ബലത്തെ നശിപ്പിക്കുന്നു എന്നുള്ളൊരു ചൊല്ലുണ്ട്. പക്ഷെ അപ്പോഴും നമ്മൾ അതിന്റെ കാരകത്വം കൊടുക്കും എന്നുള്ളത്, അത് നല്ലതോ ചീത്തയെന്നുള്ളത് എടുത്തുകൊണ്ട് നമുക്ക് വലിയ കാര്യമില്ല എന്ന് പറഞ്ഞത്. ജസ്റ്റ് ഇങ്ങനെ പൊരുത്തമൊക്കെ നോക്കിയോ, നല്ലതാണോ ചീത്തയാണോ എന്ന് നോക്കി അങ്ങനെയൊക്കെ പോകാമെന്നല്ലാണ്ട് ഇതിന്റെ ഡീപ്പായിട്ട് നമ്മൾ ഇതിൽ പഠിക്കാൻ പോകുന്നുള്ളൂ. നിങ്ങൾ ബേസിക് മനസ്സിലാക്കി വെക്കാം. അപ്പോൾ ഈ തരത്തിൽ ബലം ഇഴയുന്നാൽ, ബലം പോയി കഴിഞ്ഞാൽ കാരകത്വത്തിന് പ്രശ്നം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ഇപ്പൊ ചെയ്യേണ്ടത് താതാശാത്മ പ്രഭാവോ ദ്വിമണി മനോമാതരോ ശീതരശ്മിർ ഭ്രാത സത്വഞ്ചഭൗമ ക്ഷുദ്രവിവചനം ജ്ഞാനം ഇന്ദ്രസ്തനുജ ദീതിൽ പുത്രാംഗ സവയം സുരഗുരു അബലഭോഗയാനാനി ശുക്ര മൃത്യുവാദിഷ്ട ദുഃഖം ശനിഗതിയോ ദാസ്യ പ്രത്യാദി കോപി എന്ന് പറയുന്ന ഈ പാടല് പഠിച്ചു വെക്കുക. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ള ഈ കാരകത്വങ്ങൾ നിങ്ങൾ ഓർത്തു വെക്കുക എന്നേ ഉള്ളൂ. അപ്പൊ ഇന്നേക്ക് ഇത്രേ ഉള്ളൂ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എല്ലാവർക്കും ഒരിക്കൽ കൂടി വണക്കം. ഓം പരാശ്രേഷ്ഠായ നമഃ.